എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നന്നായിട്ട് പഠിക്കുന്നെന്ന് കരുതുന്നു. മെയ് 2-ന് ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ 1-ാം ഘട്ടം തുടങ്ങുകയാണ്. അതുപോലെ തന്നെ യൂണിഫോം തസ്തികകളിലേക്കുള്ള എക്സാമിനേഷൻ ഒക്കെ ഉണ്ട്. അതേപോലെ 10th ലെവൽ പ്രിലിമിനറിയും അതിന്റെ മെയിൻ എക്സാമിനേഷനും ഒക്കെ തുടർന്ന് വരുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറേയധികം വസ്തുതകൾ, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നുണ്ട്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതെന്നാണ്? നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം. ഓപ്ഷൻ സി, സ്വദേശി പ്രസ്ഥാനമാണ് ഗാന്ധിജിയുമായി ബന്ധമില്ലാത്തത്. ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് മിൽ പണിമുടക്കം, നിസ്സഹരണ പ്രസ്ഥാനവുമൊക്കെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണെന്നറിയാം. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനം എന്താണ്? സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ രൂപം കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യകാല ബഹുജന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ രൂപം കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യകാല ബഹുജന പ്രസ്ഥാനം. നമുക്കറിയാം, ലോർഡ് കഴ്സൺ പ്രഭു 1905 ബംഗാൾ വിഭജനം നടത്തിയിരുന്നു, അല്ലെ? അപ്പോൾ 1905 ലോർഡ് കഴ്സൺ ബംഗാൾ വിഭജനം നടത്തിയത്. ഈ ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് തന്നെ. എക്സാമിന് അങ്ങനെ ചോദിക്കാം. ബംഗാൾ വിഭജനത്തിന് എതിരെയുള്ള പ്രതിഷേധമായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത്, സ്വദേശി പ്രസ്ഥാനം. 1905 ഓഗസ്റ്റ് 7-ന് കൊൽക്കത്ത ടൗൺ ഹാളിൽ നടന്ന യോഗത്തിലാണ് പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് 1905 ഓഗസ്റ്റ് 7-ന് കൊൽക്കത്ത ടൗൺ ഹാളിൽ നടന്ന യോഗത്തിലാണ്. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സ്വദേശി പ്രസ്ഥാനത്തിന്റെ വിദേശ വസ്തുക്കൾ, അതായത് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഉത്പന്നങ്ങൾ, അതായത് തുണിത്തരങ്ങൾ, ഉപ്പ്, പഞ്ചസാര ഇവയൊക്കെ ബഹിഷ്കരിക്കുക, ഇന്ത്യയിൽ നിർമ്മിച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക എന്നിവയൊക്കെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കും. ആരൊക്കെയായിരിക്കും സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ? കേട്ടിട്ടുണ്ടോ? ലാലാ ലജ്പത് റായ്, ലാൽ ബാൽപാൽ കേട്ടിട്ടില്ലേ? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, വിപിൻ ചന്ദ്രപാൽ എന്ന ലാൽ ബാൽപാൽ, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ അരബിന്ദ ഘോഷ്. അപ്പോൾ ഈ 4 പേരാണ് സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, വിപിൻ ചന്ദ്രപാൽ, ലാൽ ബാൽപാൽ എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ അരബിന്ദ ഘോഷ്. എന്തായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന്, അല്ലെങ്കിൽ ആപ്തവാക്യം എന്താണെന്ന് അറിയാം. ഒരുപക്ഷെ ഈ ആപ്തവാക്യം തന്നിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന തിലകന്റെ മുദ്രാവാക്യമാണ് ഈ കാലഘട്ടത്തിൽ, അതായത് സ്വദേശി പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനം ചെലുത്തി. സ്വരാജന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, അത് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ബാലഗംഗാധര തിലകൻ. അപ്പോൾ ഈ കാലഘട്ടത്തില് വലിയ സ്വാധീനം ചെലുത്തിയതാണ്, സ്വദേശി പ്രസ്ഥാനത്തില് വലിയ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ആ മുദ്രാവാക്യം. ഈ പ്രസ്ഥാനം വളരെയധികം, ഈ സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക്? ഒന്ന്, സാമ്പത്തിക മേഖലയില് ഇന്ത്യൻ കൈത്തറി വ്യവസായത്തിനും മറ്റു സ്വദേശ വ്യവസായങ്ങൾക്കും വലിയ വളർച്ചയൊക്കെ ഉണ്ടായി ഈ സ്വദേശി പ്രസ്ഥാനത്തോടു കൂടി. ഉദാഹരണത്തിന് നമ്മുടെ ടാറ്റ സ്റ്റീലും ബംഗാൾ കെമിക്കൽസും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉപേക്ഷിച്ച് വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? വൻതോതിൽ സ്വദേശി പ്രസ്ഥാനത്തിലൊക്കെ അണിചേരുന്നുണ്ട്. ബംഗാൾ നാഷണൽ കോളേജ് പോലെയുള്ള ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ട് സ്ഥാപിതമാകുന്നുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലും മാറ്റമുണ്ടാകുന്നു. നമുക്കറിയാം, രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ അമർ സോനാർ ബംഗാൾ, എന്താണ് അമർ സോനാർ ബംഗ്ല, ഇത് പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയ, ഇന്നത്തെ ബംഗ്ലാദേശിന്റെ 1971 നിലവിൽ വന്ന ബംഗ്ലാദേശിന്റെ, കിഴക്കൻ പാകിസ്ഥാനാണല്ലോ ബംഗ്ലാദേശായി മാറിയ. അപ്പോൾ ആ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി മാറിയ അമർ സോനാർ ബംഗ്ല ഈ കാലത്ത്, അതായത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനാഥ് ടാഗോർ ഈ ഗാനം എന്ത് ചെയ്തു? ദേശഭക്തി ഗാനങ്ങൾ, ഈ ദേശഭക്തി ഗാനങ്ങൾ, അതായത് അമർ സോനാർ ബംഗ്ല എന്നുള്ള ദേശഭക്തി ഗാനമൊക്കെ എന്ത് ചെയ്തു? ഐക്യത്തിന്റെ പ്രതീകമായി ജനങ്ങൾ പരസ്പരം ഉണർന്നു വരാനായിട്ട് സാധിച്ചതാണ്. അപ്പോൾ ഇത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, 1905 ബംഗാളിനെ വിഭജിച്ചതെന്നറിയാം. ബ്രിട്ടീഷ് സർക്കാരിന്റെ
ശക്തമായ അടിച്ചമർത്തലുകളെ തുടർന്നാണ് 1908 ഈ സ്വദേശി പ്രസ്ഥാനം മന്ദഗതിയിലായി. പക്ഷേ 1911 ബംഗാൾ വിഭജനം റദ്ദാക്കാൻ ഇത് ബ്രിട്ടീഷുകാരെ നിർബന്ധമാക്കിയെന്നൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ അതുപോലെ ഓർത്തിരിക്കണ, എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നത്, ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ കൈത്തറി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓഗസ്റ്റ് 7 അത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണയ്ക്കായിട്ട് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച് നമുക്കറിയാം 1905 ഓഗസ്റ്റ് 7 ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ സ്വദേശി പ്രസ്ഥാനവുമാണ് ഗാന്ധിജിയുമായിട്ട് ബന്ധമില്ലാത്തത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ സ്വദേശി പ്രസ്ഥാനം എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ, ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കിയ ചമ്പാരൻ സത്യാഗ്രഹം. നിങ്ങൾക്കറിയാം ചമ്പാരൻ സത്യാഗ്രഹം എന്താണെന്ന്, അത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതുമാണെന്ന് അറിയാം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹ സമരം ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കും. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ ദുരിതങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ചമ്പാരൻ സമരം. എന്തായിരിക്കും ഇതിന്റെ കാരണങ്ങൾ? മെയിനായിട്ട് ബ്രിട്ടീഷ് തോട്ടം ഉടമകൾ എന്ത് ചെയ്തു? കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച തീൻ കത്തിയ, അറിഞ്ഞിരിക്കണം, തീൻ കത്തിയ സമ്പ്രദായം. എക്സാമിന് ചോദിക്കാം. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് തീൻ കത്തിയ സമ്പ്രദായം. അത് ബ്രിട്ടീഷ് തോട്ടം ഉടമകള് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച സമ്പ്രദായമാണ് തീൻ കത്തിയ സമ്പ്രദായം. ഇതനുസരിച്ച് ഈ തീൻ കത്തിയ സമ്പ്രദായം അനുസരിച്ചിട്ട് കർഷകർ എന്ത് ചെയ്യണം? അവരുടെ ഭൂമിയുടെ 20 ഭാഗത്ത് എന്ത് ചെയ്യണം? നിർബന്ധമായും നീലം കൃഷി, അതായത് ഇൻഡിഗോ കൃഷി, തുണിയിൽ ചായം മുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഇൻഡിഗോ കൃഷി 23 ഭാഗം എന്ത് ചെയ്യണം? നിർബന്ധമായും നീലം കൃഷി ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന സമ്പ്രദായമായിരുന്നു തീൻ കത്തിയ സമ്പ്രദായം. ചമ്പാരനിലെ കർഷകനായിരുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ പേര്, എക്സാമിന് ചോദിക്കുക, രാജ്കുമാർ ശുക്ല. എക്സാമിന് ചോദിക്കും. രാജ്കുമാർ ശുക്ലയുടെ ക്ഷണപ്രകാരമാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന. 1917 ആരുടെ ക്ഷണപ്രകാരമാണ്? ചമ്പാരനിലെ കർഷകനായിരുന്ന രാജ്കുമാർ ശുക്ലയുടെ. ഗാന്ധിജിയോട് ചമ്പാരൻ വിട്ടുപോകാനൊക്കെ അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും ഗാന്ധിജി അതൊക്കെ വിസമ്മതിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ സിവിൽ ഡിസൊബീഡിയൻസ്, ഫസ്റ്റ് സിവിൽ ഡിസൊബീഡിയൻസ്, ആദ്യത്തെ നിയമലംഘന സമരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ഫസ്റ്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആയിരുന്നു ഇത്, ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ ഗാന്ധിജിയെ കൂടാതെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ? അതും കൂടി അറിഞ്ഞിരിക്കണം. പ്രസ്ഥാന തലത്തിൽ ഉൾപ്പെടാം രാജേന്ദ്ര പ്രസാദ്, JB കൃപലാനി, മഹാദേവ് ദേശായി, നർഹാരി പരേഖ്. ഒരിക്കൽ കൂടി, ഗാന്ധിജി കൂടാതെ രാജേന്ദ്ര പ്രസാദ്, JB കൃപലാനി, മഹാദേവ് ദേശായി, നർഹാരി പരേഖ് തുടങ്ങിയവരൊക്കെ ഈ പോരാട്ടത്തില് ചമ്പാരൻ സത്യാഗ്രഹത്തില് പങ്കെടുത്തവരാണ്. കർഷകരുടെ പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ, അതായത് ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ഗാന്ധിജിയെ ഇതിൽ അംഗമാക്കുകയൊക്കെ ചെയ്തു. ഈ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തെ തുടർന്ന് എന്ത് ചെയ്തു? തീൻ കത്തിയ സമ്പ്രദായം നിർത്തലാക്കിയെന്ന് നിങ്ങൾക്കറിയാം. കർഷകരിൽ നിന്ന് നിയമവിരുദ്ധമായി പിരിച്ചെടുത്ത തുകയുടെ 25% തിരിച്ചു നൽകാൻ തോട്ട ഉടമകളൊക്കെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിജയത്തോടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിജി ഒരു ജനകീയ നേതാവായി ഉയർന്നു വരികയും സത്യാഗ്രഹം എന്ന സമരമുറ അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. എക്സാമിന് ചോദിക്കാം, ഏത് സത്യാഗ്രഹത്തോടു കൂടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സത്യാഗ്രഹത്തിന്റെ വിജയത്തോടു കൂടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ വിജയത്തോടു കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിജി ഒരു ജനകീയ നേതാവായി ഉയർന്നു വരികയും അതുപോലെ തന്നെ സത്യാഗ്രഹം എന്ന സമരമുറ അംഗീകരിക്കപ്പെടുകയും ചെയ്ത്. അതുപോലെ തന്നെ അഹമ്മദാബാദ്, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, അത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ അഹമ്മദാബാദ് മിൽ പണിമുടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. ആദ്യ സത്യാഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ചമ്പാഹാരം. നിരാഹാര സത്യാഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോകരുത്. അഹമ്മദാബാദ് മിൽ പണിമുടക്കാണ് 1918 നടക്കുന്നത്. നിരാഹാര സത്യാഗ്രഹം ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള തുണിമിൽ തൊഴിലാളികളും മില്ലുടമകളും തമ്മിൽ നടന്ന
വേതന തർക്കമാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്കിനത്. നിരാഹാര സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. ഇതിന്റെ ഈ സമരത്തിന്റെ പശ്ചാത്തലം അന്ന് നമുക്കറിയാം പ്ലേഗ് പടർന്നു പിടിച്ചിരുന്ന കാലമായിരുന്നു. 1917 അഹമ്മദാബാദിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ തൊഴിലാളികൾ മില്ലുകളിൽ തുടരുന്നതിനായി ഉടമകൾ അവർക്ക് പ്രത്യേക പ്ലേഗ് ബോണസ് ഒക്കെ നൽകിയിരുന്നു. എന്നാൽ ഈ പ്ലേഗിന്റെ ഭീതി മാറിയതോടെ 1918 എന്ത് ചെയ്തു, ഉടമകള് ഈ പ്ലേഗ് ബോണസ് നിർത്തലാക്കി. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം നടക്കുകയാണ് അല്ലെ. ഈ ഒന്നാം ലോക മഹായുദ്ധം തീർന്നു വരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒന്നാം ലോക മഹായുദ്ധം മൂലമുണ്ടായ വിലക്കയറ്റം കാരണം തൊഴിലാളികൾ വീണ്ടും എന്ത് ചെയ്തു, വേതനത്തില് ഈ പ്ലേഗ് ബോണസ് പിൻവലിച്ചപ്പോൾ 50% വർധനവ് ആവശ്യപ്പെട്ടു. അപ്പോൾ ഗാന്ധിജി ഇടപെടുന്നുണ്ട്. എങ്ങനെയാണ്, ആരുടെ ക്ഷണപ്രകാരമാണ്, എക്സാമിന് ചോദിക്കുക ആരുടെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് ചോദിച്ചു. അനസൂയ സാരാഭായി എന്ന സാമൂഹിക പ്രവർത്തകയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഗാന്ധിജി അഹമ്മദാബാദ് മിൽ പണിമുടക്കില് ഇടപെടുകയും അങ്ങനെ തൊഴിലാളികളോട് 35% വേതന വർധന ആവശ്യപ്പെടാനും അഹിംസാത്മകമായി സമരം ചെയ്യാനും ഗാന്ധിജി നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഓർത്തിരിക്കണം, ആദ്യത്തെ നിരാഹാര സമരമാണ് ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. ഇത് ഏകദേശം 21 ദിവസമാണ് നീണ്ടു നിന്നത്. ആ വസ്തുതയും അറിഞ്ഞിരിക്കണം. അങ്ങനെ ഗാന്ധിജി ഈ സമരം നടത്തിയപ്പോൾ മില്ലുടമകളൊക്കെ സമ്മർദ്ദത്തിലാവുകയും അങ്ങനെ ആ പ്രശ്നം ട്രൈബ്യൂണലിൽ വിടുകയും അങ്ങനെ ആ ട്രൈബ്യൂണൽ വിധി പ്രകാരം തൊഴിലാളികൾക്ക് 35% വേതന വർധനമൊക്കെ നടത്തുന്നുണ്ട്. അതുകൂടി അറിഞ്ഞിരിക്കണം. അങ്ങനെ ഈ സമരം, ഈ അഹമ്മദാബാദ് മിൽ പണിമുടക്കിന്റെ വിജയത്തെ തുടർന്ന് 1920 എന്ത് ചെയ്തു, അനസൂയ സാരാഭായിയുടെ നേതൃത്വത്തിൽ എക്സാമിന് ചോദിക്കാം അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ അഥവാ മജൂർ മഹാജൻ സംഘം 1920 രൂപീകൃതമായത്. അഹമ്മദാബാദ് മിൽ പണിമുടക്കിനെ തുടർന്നാണ് അനസൂയ സാരാഭായിയുടെ നേതൃത്വത്തിലാണ്. അനസൂയ സാരാഭായിയാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്കിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചത്. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അനസൂയ സാരാഭായിയുടെ നേതൃത്വത്തിൽ 1920 അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ അഥവാ മജൂർ മഹാജൻ സംഘം രൂപീകൃതമാകുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഗാന്ധിജി എന്ത് ചെയ്ത് നിങ്ങൾക്കറിയാം. അഹമ്മദാബാദ് മിൽ പണിമുടക്കിനോടനുബന്ധിച്ച് തന്നെ കേഡാ സത്യാഗ്രഹം ഗുജറാത്തിലെ കർഷകർക്കായി ഗാന്ധിജി നയിക്കുന്നുണ്ട്. കേഡാ സത്യാഗ്രഹത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. എന്താണ് 1918 ഗുജറാത്തിലെ കേഡാ ജില്ലയിലെ കർഷകർക്കായി ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ കർഷക സമരമാണ് ഇത്, കേഡാ സത്യാഗ്രഹം. 1918 കേഡയിൽ കടുത്ത ക്ഷാമം ഉണ്ടാവുകയും കൃഷി നശിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ റവന്യൂ നിയമം അനുസരിച്ച് വിളവ് 1/4 കുറവാണെങ്കിൽ നികുതി ഇളവൊക്കെ നൽകണമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ കർഷകരിൽ നിന്ന് നിർബന്ധപൂർവ്വം നികുതിയൊക്കെ പിരിക്കാൻ ശ്രമിച്ചു എന്നറിയാം. അങ്ങനെയാണ് ഗാന്ധിജി ഇടപെടുന്നത്. കർഷകർക്ക് നികുതി ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഗാന്ധിജി രംഗത്തിറങ്ങുകയും അങ്ങനെ നികുതി അടക്കരുതെന്നും അധികൃതരുടെ ഭീഷണിക്ക് വഴങ്ങരുതെന്നും അദ്ദേഹം എന്ത് ചെയ്തു, കർഷകരോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കേഡാ സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ ഗാന്ധിജിയെ കൂടാതെ ഈ സമരത്തിലൂടെയാണ്, കേഡാ സത്യാഗ്രഹത്തിലൂടെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ത് ചെയ്യുന്നത്, ഗാന്ധിജിയുടെ പ്രധാന അനുയായിയായി മാറുന്നത്. അതുപോലെ തന്നെ കേഡാ സത്യാഗ്രഹത്തിലെ മറ്റൊരു നേതാവ് അറിഞ്ഞിരിക്കണം, ഇന്ദുലാൽ യാഗ്നിക്കാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ. ഇനി ഇതിനകത്ത് നിസ്സഹകരണ പ്രസ്ഥാനം പറയുന്നുണ്ട്. എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം? അത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ, എക്സാമിന് ചോദിക്കാം, ആദ്യത്തെ ദേശീയ ബഹുജന പ്രക്ഷോഭം, ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹവും, അതുപോലെ തന്നെ ആദ്യത്തെ ദേശീയ ബഹുജന പ്രക്ഷോഭം ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നത്. 1900 മുതലാണ് 1920 മുതൽ 22 വരെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം നടന്നത്. അക്രമരഹിതമായ രീതിയിൽ ബ്രിട്ടീഷ് ഭരണവുമായി സഹകരിക്കാതിരിക്കുക എന്നതായിരുന്നു ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അക്രമരഹിതമായ രീതിയിൽ ബ്രിട്ടീഷ് ഭരണവുമായി സഹകരിക്കാതിരിക്കുക. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ? ഒന്ന്, രൗലത്ത് ആക്ട്.
അതുപോലെ തന്നെ 2 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, 3 ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ ഈ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന കാരണങ്ങൾ 1 റൗലത്ത് ആക്ട്, 2 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, 3 ഖിലാഫത്ത് പ്രസ്ഥാനം. എന്താണ് റൗലത്ത് ആക്ട്? ഇന്ത്യക്കാരുടെ മൗലിക അവകാശങ്ങൾ അട്ടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ് റൗലത്ത് ആക്ട്. എന്താണ് റൗലത്ത് ആക്ട്? ഇന്ത്യക്കാരുടെ മൗലിക അവകാശങ്ങൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ് റൗലത്ത് ആക്ട്. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുണ്ട്. 1919 അമൃതസറിൽ നടന്ന ക്രൂരമായ കൂട്ടക്കൊലക്കെതിരെയുള്ള പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നിങ്ങൾക്കറിയാം അല്ലെ, 1919. അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഖലീഫയുടെ അധികാരം സംരക്ഷിക്കുന്നതിനായി മുസ്ലിം ജനത തുടങ്ങിയ പ്രസ്ഥാനത്തിന് ഗാന്ധിജി പിന്തുണയൊക്കെ നൽകുന്നുണ്ട്. മൗലാന ഷൗക്കത്ത് അലിയെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ. ഇത് നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും നിസ്സഹരണ പ്രസ്ഥാനത്തിന് കാരണമായി തീർന്ന പോലെ റൗലത്ത് ആക്ട്, ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ ഈ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ രീതികൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുക, കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങൾ എന്നിവ ഉപേക്ഷിക്കുക എന്നുള്ളതൊക്കെ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ രീതികൾപ്പെട്ടാണ്. സ്വദേശി പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനം തിരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ സ്ഥാനപ്പേരുകൾ ബ്രിട്ടീഷ് സർക്കാർ പലർക്കും സ്ഥാനപ്പേരുകൾക്ക് നൽകിയിരുന്നുണ്ട്. ഈ സ്ഥാനപ്പേരുകൾ തിരിച്ചു നൽകുക എന്നുള്ളത് ഈ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ രീതിയിൽപ്പെട്ടതൊന്നാണ്. അതായത് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ബഹുമതികളും സ്ഥാനപ്പേരുകളും. ഉദാഹരണം എന്ന് പറയുന്നത് ഗാന്ധിജി കൈസറി ഹിന്ദ് എന്ന് പറയുന്ന പദവി ഉപേക്ഷിക്കുന്നത് ഈ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. കൈസറി ഹിന്ദ് എന്ന് പറയുന്ന പദവി ഉപേക്ഷിക്കുന്നത്. അതുപോലെ നമ്മൾ സ്വദേശി പ്രചാരണം നടത്തി. സ്വദേശി പ്രസ്ഥാനമല്ല, സ്വദേശി പ്രചാരണം. അതായത് ഖാദി വസ്ത്രങ്ങൾ ധരിക്കാനും ചർക്ക ഉപയോഗിച്ച് നൂൽ നൂൽക്കാനും ജനങ്ങൾ പ്രോത്സാഹിക്കപ്പെടുകയും ചെയ്തതാണ് ഈ നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണമൊക്കെ ചെയ്തു. ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ എന്ത് ചെയ്തു? ജനങ്ങള് ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്ത് നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഈ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം. 1922 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവമാണ് അല്ലെ. ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ നടന്ന അക്രമാസക്തമായ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും ഒരു കൂട്ടം പ്രതിഷേധക്കാർ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ തീയിടുകയും 22 പോലീസുകാരൊക്കെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അഹിംസ എന്ന തന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്നും പ്രസ്ഥാനം എന്ത് ചെയ്തു? വ്യതിചലിച്ചതായിട്ട് ഗാന്ധിജിക്ക് അനുഭവപ്പെടുകയും അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്തു? 1922 നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചു. അങ്ങനെ ആ പിൻവലിച്ചതിനെ തുടർന്ന് രൂപം കൊണ്ടതാണ് എന്ത്? സ്വരാജ് പാർട്ടി. നിങ്ങൾക്കറിയാം സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണെന്നുള്ളത്. 1923 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം 22 പിൻവലിച്ചപ്പോൾ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. അങ്ങനെ സമരത്തിന് പകരം നിയമസഭകളിൽ പ്രവേശിച്ച് ബ്രിട്ടീഷ് സർക്കാരിനെ ഉള്ളിൽ നിന്ന് എതിർക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ 1923 ജനുവരി 1 ഓർത്തിരിക്കണം, ചിത്തരഞ്ജൻ ദാസ്, CR ദാസ് ആണ് സ്വരാജ് പാർട്ടി. അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു, CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നതെന്നറിയാം. അത് ചൗരി ചൗര സംഭവത്തോടനുബന്ധിച്ചാണ്. അതായത് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചപ്പോഴും. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതിന്റെയാണ്? സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് നിയമസഭകളിൽ കയറുകയും ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധ നയങ്ങളെ അവിടെ വെച്ച് തടയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഏതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യം. എന്നാൽ ഗാന്ധിജിയുടെ നിലപാട് എന്തായിരുന്നു? ഗാന്ധിജിയും വലിയൊരു വിഭാഗം നേതാക്കളും എന്ത് ചെയ്തു? ഈ കൗൺസിൽ പ്രവേശനത്തിന് എതിരായിരുന്നു. എന്നാൽ പിന്നീട് കോൺഗ്രസിനുള്ളിൽ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സ്വരാജ് പാർട്ടിക്ക് അനുമതിയൊക്കെ ലഭിക്കുന്നുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. 1919 മുതൽ 1924 വരെ നീണ്ടുനിന്ന ഒന്നാണ് ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനം. നമുക്കറിയാം 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? തുർക്കിയിലെ സുൽത്താനായ, അതായത് മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ ഖലീഫ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്ന് നീക്കിയതിനെതിരെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നറിയാം. എന്റെ നേതാക്കൾ ആരൊക്കെയുടെ എക്സാം ചോദിക്കാറുണ്ട്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും.
മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, അലി സഹോദരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ പിന്തുണ ഉണ്ടായിരുന്നു അല്ലെ. ഹിന്ദു മുസ്ലിം ഐക്യത്തിനുള്ള വലിയൊരു അവസരമായിട്ടാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ആര് കണ്ടത്? ഗാന്ധിജി കണ്ടതും അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും അതിനെ അദ്ദേഹം എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനമായി ചേർക്കുകയും ചെയ്തു. കേരളത്തിൽ നടന്ന മലബാർ കലാപം നിങ്ങൾക്കറിയാം. 1921 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് മലബാർ കലാപം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം വസ്തുതകൾ ഈ ഒരു ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെച്ച് ഇതിന്റെ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.